ദൈവത്തിന് സ്തുതി. 2025 ജൂൺ മാസം 27 സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം 3-ാം വെള്ളി ഈശോയുടെ തിരുഹൃദയത്തിരുനാള്. ഇന്നത്തെ വചനഭാഗം 1-ാം വായന ഉൽപ്പത്തി പുസ്തകം അദ്ധ്യായം 13 വാക്യങ്ങൾ 8 മുതൽ 18 വരെ. ലോത്തിനോടുള്ള അബ്രാമിന്റെ വിശിഷ്ട സ്നേഹം. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മള് തമ്മിലും നമ്മുടെ ഇടയന്മാര് തമ്മിലും കലഹമുണ്ടാകരുത്. കാരണം നമ്മള് സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ. എന്നെ പിരിഞ്ഞു പോവുക. ഇടത്തുഭാഗമാണ് നിനക്കു വേണ്ടതെങ്കില് ഞാന് വലത്തേക്ക് പൊയ്ക്കൊള്ളാം. വലത്തുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കില് ഞാന് ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ജോർദാന് സമതലം മുഴുവന് ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്നു ലോത്ത് കണ്ടു. അതു കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിനു നേരെയുള്ള ഈജിപ്തിലെ മണ്ണുപോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറായും നശിപ്പിക്കുന്നതിനു മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാന് സമതലം തിരഞ്ഞെടുത്തു. അവന് കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവര് തമ്മില് പിരിഞ്ഞു. അബ്രാം കാനാന് ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവന് സോദോമിനടുത്ത് കൂടാരമിടിച്ചു. സോദോമിലെ ആളുകള് ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പില് മഹാപാപികളുമായിരുന്നു. അബ്രാം ലോത്തിൽ നിന്നു വേർപെട്ടതിനുശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താനപരമ്പരകൾക്കും എന്നേക്കുമായി ഞാന് തരും. ഭൂമിയിലെ പൂഴിപോലെ നിന്റെ സന്തതികളെ ഞാന് വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കില് നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക. അത് നിനക്ക് ഞാന് തരും. അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്കു സമീപം താമസമാക്കി. അവിടെ അവന് കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ഇന്നത്തെ വചനഭാഗം 2-ാം വായന ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം 52 വാക്യം 13 തുടർന്ന് അദ്ധ്യായം 53 വാക്യം 9. നമുക്കുവേണ്ടി അവന് മുറിവേൽപ്പിക്കപ്പെട്ടു. എന്റെ ദാസന് ശ്രേയസ്സുണ്ടാവും. അവന് അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവന് ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽനിന്നു വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവന് സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. ഇന്നത്തെ വചനഭാഗം 3-ാം വായന വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം 10 വാക്യങ്ങൾ 1 മുതൽ 10 വരെ. മിശിഹായില് വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ. സഹോദരരെ, എന്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിനുവേണ്ടി ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും അവര് രക്ഷിക്കപ്പെടണമെന്നതാണ്. അവർക്കു ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാന് സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീക്ഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ. എന്നാല് ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവര് അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാന് വ്യഗ്രത കാണിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവര് കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവന് ലഭിക്കും എന്നു മോശെ എഴുതുന്നു. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിനെ താഴേക്കു കൊണ്ടുവരാന് സ്വർഗ്ഗത്തിലേക്ക് ആരു കയറുമെന്നു നീ ഹൃദയത്തില് പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താന് പാതാളത്തിലേക്ക് ആരിറങ്ങും എന്നും പറയരുത്. എന്നാല് പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്കു സമീപസ്ഥമാണ്. നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങള് പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ആകയാല് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചു എന്നു ഹൃദയത്തില് വിശ്വസിക്കുകയും ചെയ്താല് നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാല് മനുഷ്യന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവന് അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം 19 വാക്യങ്ങൾ 30 മുതൽ 37 വരെ. കുത്തിപ്പിളർക്കപ്പെട്ട ഹൃദയം. യേശു വിനാഗിരി സ്വീകരിച്ചിട്ടു പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവന് തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തില് ശരീരങ്ങള് കുരിശില് കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകള് തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദര് പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാല് പടയാളികള് വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകള് തകർത്തു. അവര് യേശുവിനെ സമീപിച്ചപ്പോൾ അവന് മരിച്ചുകഴിഞ്ഞു എന്നു കാണുകയാൽ അവന്റെ കാലുകള് തകർത്തില്ല. എന്നാല് പടയാളികളിലൊരുവന് അവന്റെ പാർശ്വത്തില് കുന്തം കൊണ്ടു കുത്തി. ഉടനെ അതിൽ നിന്നു രക്തവും വെള്ളവും പുറപ്പെട്ടു. അതു കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിനു താന് സത്യമാണു പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളില് ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്തു പൂർത്തിയാകാനു വേണ്ടിയാണ് ഇതു സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്തു പറയുന്നു, തങ്ങള് കുത്തി മുറിവേൽപ്പിച്ചവനെ അവര് നോക്കി നിൽക്കും. ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.